ഹായ് ഓൾ, ഫിസി കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇറച്ചിയും കായയും തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ കറി എല്ലാവർക്കും തന്നെ പൊതുവെ ഇഷ്ടമുള്ളൊരു കറിയാണ്. തനി നാടൻ കറിയാണിത്. അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ ഒരു 3/4 കിലോളം ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ വേവിച്ച് വെക്കുന്നതിൽ ഞാൻ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർത്തിട്ടില്ല. ആകെ കൂടെ ഒരു 3-4 പച്ചമുളകും ഇഞ്ചിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് തിരുമ്മി വെള്ളമൊന്നും ഒഴിക്കാതെ കുക്കറിൽ വേവിച്ചെടുത്താണ്. ഒരു 4 വിസിൽ കയറ്റി വേവിച്ചെടുത്തേക്കുന്ന ഇറച്ചിയാണ്. ഇങ്ങനെ നമുക്ക് ഇറച്ചി വേവിച്ച് വെക്കണം ആദ്യം. പിന്നെ നമുക്ക് ഏത്തക്കായ വേണം. ഏത്തക്കായ ഇതുപോലെ 4 ആക്കിയാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. 4 ആക്കി മുറിച്ചിരിക്കുന്നത് വളരെ കട്ടി കുറഞ്ഞല്ല, കുറച്ച് ഇതുപോലെ ഒരു ക്യൂബ് സൈസാക്കി മുറിച്ചിരിക്കുകയാണ്. അത് 3 കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ ഈ റെസിപ്പിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു തേങ്ങയുടെ പകുതി എടുക്കാം. ഇപ്പോൾ ഇത്രയും തേങ്ങ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് ചെറിയ കളറ് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തേങ്ങ ചെറുതായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ആദ്യം ഒരു ചെറിയ കഷ്ണം പട്ട ചെറുതായിട്ട് 3ആയിട്ടത് കട്ട് ചെയ്തതാണ്. 2 കരയാമ്പൂ ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചുവന്നുള്ളി വേണം. ചുവന്നുള്ളി ഒരു 4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞെടുത്തേക്കണതും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി ചെറുതായി നുറുക്കിയെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഞാനിവിടെ മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഇതൊന്ന് മൂത്ത് പാകമായി വരുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കണം. ജീരകം ഇപ്പോഴേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീരകം കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചെറിയ തീയിലിടാട്ടെ ഈ സമയത്ത്. ഏറ്റവും ചെറിയ തീയിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയാകെ കൊളാവും. അതുകൊണ്ട് വളരെ ചെറിയ സിമ്മിലിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ജീരകവും കൊണ്ട് ജീരകത്തിൻ്റെ പച്ചമണവും കൂടി ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ജീരകമൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ ഇരുന്നത് കരിഞ്ഞു പോവും. ഇപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാനിതിപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അതായത് ഒട്ടും തന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട, ഈ ഒരു പാകത്തിലിരിക്കണം. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒരു അല്പം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ട, അത് കുഴപ്പമില്ല. കളർ ഇത്തിരി കുറഞ്ഞാലും നമ്മുടെ കറിയിലിട്ട് അത് തിളച്ച് വരുമ്പോൾ നല്ല കറുത്ത കളറായിട്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് തന്നെ വന്നോളും. നമുക്കിത് മിക്സിയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയിലുള്ള അരപ്പും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ തേങ്ങ അരച്ചതിരിക്കുന്നത്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കറി ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു പാത്രത്തിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു സവാള മാത്രം എടുത്താൽ മതി കേട്ടോ. ഒരുപാട് സവാള ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബീഫിൽ അധികം സവാള നമുക്ക് ഇല്ലാതിരിക്കണം നല്ലത്. എന്നാൽ ചിക്കനിൽ ഒരുപാട് സവാള ചേർത്താൽ നല്ല ടേസ്റ്റുമാണ്. പക്ഷെ ബീഫിൽ അധികം സവാള ചേർക്കണ്ട. അപ്പോൾ നമുക്ക് ചെറിയൊരു സവാള ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർക്കേണ്ട. നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ച ഇറച്ചിയാണ്. അപ്പോൾ ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മഞ്ഞൾപ്പൊടി ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 3.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടി ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, കാശ്മീരി പൗഡർ അല്ല. അപ്പോൾ നമുക്ക് പച്ചമുളകൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടില്ല. നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചിയിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു 2.5 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാല വേണ്ട. നമ്മൾ ഓൾറെഡി തേങ്ങ വറുത്തെടുത്തപ്പോൾ അതിനകത്ത് മസാല കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം മതി. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ മസാലയുടെ കുത്ത് മുമ്പിട്ട് നിൽക്കും. പിന്നെ ഞാൻ ഇതിനകത്ത് ഏലക്ക ചേർക്കുന്നില്ല. ഏലക്ക ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് ഏലക്കയുടെ ഒരു കുത്ത് ശരിക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഏലക്ക ചേർത്തിട്ടില്ല. പട്ടയും കരയാമ്പും അതുപോലെ ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ മസാലപ്പൊടിയിലുള്ള ഏലക്ക ഉണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ മസാലയുടെ കുത്തായിരിക്കും. നമുക്ക് നന്നായിട്ടൊന്ന് ഈ പച്ചമണമൊക്കെ മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഏറ്റവും ചെറിയ തീയിൽ വെച്ച് തന്നെ ഇത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. മസാല കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ തന്നെ വെച്ച് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇറച്ചി ഇട്ട് കൊടുക്കുമ്പോൾ ഇറച്ചിയുടെ വെള്ളവും എല്ലാം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ നെയ്യൊക്കെ കുറച്ചുള്ള ഇറച്ചിയാണ് നമ്മൾ തേങ്ങ വറുത്ത് അരച്ച് വെക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ ആ വെള്ളമൊക്കെ ഇതിനകത്തേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇന്നത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് തേങ്ങ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ഇങ്ങനെ ഇരിക്കണത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അത് ഇപ്പോൾ തന്നെ നല്ല സ്റ്റൈലായിട്ട് വരും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള കറിയും കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കായ ഇനി നമ്മൾ ഇതിൽ കിടന്നാണ് വേവിച്ചെടുക്കേണ്ടത്. കായ ഈ ഇറച്ചിയുടെയും ഈ ഗ്രേവിയിലും കിടന്നാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ കായക്ക് നല്ല ടേസ്റ്റ് കിട്ടിക്കോളും. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കായ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ആദ്യം നല്ല തീ കൂട്ടി തന്നെ വയ്ക്കുക. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് മൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കായ ഒരുപാട് വെന്ത് പോകരുത്. ആദ്യം നമുക്ക് ഫ്ലെയിം കൂട്ടി തന്നെ വയ്ക്കാം. ഈ സമയത്ത് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കായൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. കറി നമ്മൾ നല്ല കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്ന ഫ്ലെയിം. അതുകൊണ്ട് നമുക്ക് അടിക്ക് പിടിക്കണമെന്ന് നോക്കണം. അതുപോലെ കായ കഷ്ണങ്ങൾ ഒരുപാട് വെന്ത് പോകരുത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുക, തുറന്ന് നോക്കണം. ഇനി നമുക്കൊന്നുകൂടി മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിൻ്റെ ലിഡൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേവിയൊക്കെ കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇറച്ചി കറി നമുക്ക് കുറച്ച് നേരം വെക്കണ്ട, നമുക്ക് ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.